ഇന്നവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിഗ്രി പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയൊരു വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ ഉപകാരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ബി, ടെന്നീസ്. പുരുഷന്മാർക്കുള്ള ലോക ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണ് ഡേവിസ് കപ്പ്. വനിതകൾക്കുള്ള ലോക ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണ് ഫെഡറേഷൻ കപ്പ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സംയുക്തമായി പങ്കെടുക്കുന്ന ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണ് ഹോപ്പ്മാൻ കപ്പ്. ടെന്നീസുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങളാണ് ഡ്യൂസ്, എയ്സ്, സ്മാഷ്, ഡബിൾ ഫോൾട്ട്, ബാക്ക് ഹാൻഡ്, സ്ട്രോക്ക്, ലൈറ്റ് എന്നിവ. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ട്രോഫികളാണ് ആഷസ്, CK നായിഡു ട്രോഫി, തുലീപ് ട്രോഫി, ഇറാനി ട്രോഫി, വിജയ് മർച്ചൻ്റ് ട്രോഫി, നാറ്റ്വെസ്റ്റ് ട്രോഫി, ഗവാസ്കർ ബോർഡർ ട്രോഫി, ദേവ്ദർ ട്രോഫി, രഞ്ജി ട്രോഫി എന്നിവ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ട്രോഫികളാണ്. ബാഡ്മിൻ്റൺ കപ്പുകളാണ് യൂബർ കപ്പ്, തോമസ് കപ്പ്, സുധീർമാൻ കപ്പ് എന്നിവ. ബാസ്കറ്റ് ബോളുമായി ബന്ധപ്പെട്ട ട്രോഫികളാണ് വില്യം ജോൺസ് കപ്പ്, ബസാലത്ത് രാജ ട്രോഫി, BCA ഗുപ്ത ട്രോഫി, SM അർജുന രാജ ട്രോഫി, ബാംഗ്ലൂർ ബ്ലൂസ് ചലഞ്ച് കപ്പ് എന്നിവ ബാസ്കറ്റ് ബോളുമായി ബന്ധപ്പെട്ട ട്രോഫികളാണ്. ബാസ്കറ്റ് ബോളുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഹെൽഡ് ബോള്, ജംസ് ബോള്, പിവോട്ട്, സ്റ്റീല്, ബാസ്ക്കറ്റ്, ട്രിംബ്ലിംഗ്, ടാപ്പ് എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ: യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏവയാണ്? ആൻസർ ഓപ്ഷൻ ഡി, കൂടിയാട്ടവും മുടിയേറ്റും. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാറാണ്. ഇന്ത്യയിലെ ക്ലാസിക്കൽ പദവിയിലുള്ള നൃത്തരൂപങ്ങളുടെ എണ്ണം 8 ആണ്. ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളാണ് ഭരതനാട്യം, കഥകളി, ഒഡീസി, കുച്ചിപ്പുടി, മണിപ്പൂരി, മോഹിനിയാട്ടം, കഥക്, സാത്രിയ. ചലിക്കുന്ന കാവ്യം, ദാസിയാട്ടം എന്നിങ്ങനെ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഭരതനാട്യം. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം എന്നറിയപ്പെടുന്നതും ഭരതനാട്യത്തെയാണ്. ഒഡീസി നൃത്തം ആധാരമാക്കിയിരിക്കുന്ന ഗീതാഗോവിന്ദം രചിച്ചത് ജയദേവനാണ്. ആസാമിലെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് സത്രിയ. ആസാമിലെ തന്നെ മറ്റൊരു കലാരൂപമാണ് ബിഹു. വടക്കേ ഇന്ത്യയിലെ ഏക ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥക്. ഹിന്ദു മുസ്ലിം സാംസ്കാരിക അംശങ്ങളെ ഉൾക്കൊള്ളുന്ന ഏക ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥക്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് ഒഡീസിയാണ്. ഭൂമിയെ പൂജിച്ചുകൊണ്ട് തുടങ്ങുന്ന നൃത്തരൂപമാണ് ഒഡീസി. ആന്ധ്രാപ്രദേശിൻ്റെ തനത് കലാരൂപമാണ് കുച്ചിപ്പുടി. ഒരു പ്രദേശത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക നൃത്തരൂപമാണ് കുച്ചിപ്പുടി. മണിപ്പൂരിൻ്റെ തനത് നൃത്തരൂപം മണിപ്പൂരി. കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. കേരളത്തിലെ തനത് കലാരൂപം കഥകളിയാണ്. കഥകളിയിലെ പ്രധാന 5 വേഷങ്ങളാണ് പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവ. കഥകളിയുടെ ആദ്യ രൂപം അറിയപ്പെടുന്നത് രാമനാട്ടം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു വ്യക്തിയെ നിയമവിരുദ്ധവും അനിയന്ത്രിതവുമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെയുള്ള സംരക്ഷണവുമായി താഴെ പറയുന്ന റിട്ട് പരിഗണിക്കപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി, ഹേപ്പിയസ് കോർപ്പസ്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്നറിയപ്പെടുന്നത്. 5 തരത്തിലുള്ള റിട്ടുകളാണുള്ളത്: ഹേപ്പിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറൻറ്റോ, പ്രൊഹിബിഷൻ, ഷെർഷോററി. ഭരണഘടനയുടെ 32-ാം വകുപ്പ് അനുസരിച്ച് സുപ്രീം കോടതിക്കും 226-ാം വകുപ്പ് അനുസരിച്ച് ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് 32-ാമത്തെ അനുച്ഛേദമാണ്. ഭരണഘടനയുടെ ഹൃദയവും
ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് 32-ാം അനുച്ഛേദത്തെയാണ്. എന്നാൽ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചത് ആമുഖത്തെയാണ്. ഇനി നമുക്ക് 5 റിട്ടുകളെ കുറിച്ചിട്ടും വിശദമായിട്ട് നോക്കാം. നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിനർത്ഥം നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാമെന്നാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥനെയോ പൊതു സ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെതിരെ തടയാനുള്ള റിട്ടാണ് കോവാറൻറ്റോ. കോവാറൻറ്റോ എന്ന വാക്കിനർത്ഥം എന്ത് അധികാരം എന്നാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് കോവാറൻറ്റോ എന്നുള്ള റിട്ടാണ്. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെതിരെ പ്രയോഗിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷന്. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണയെ തടയാൻ ഉപയോഗിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷന്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷോററി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏതു രാജ്യത്തു നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഗ്രീസ്. ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന രാജ്യം ആതിഥേയ രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ കായികമേളയായ ഒളിമ്പിക്സ് ആരംഭിച്ചത് ഗ്രീസിലാണ്. പ്രാചീന ഒളിമ്പിക്സ് മത്സരങ്ങൾ ആരംഭിച്ചത് BC 776 പ്രാചീന ഒളിമ്പിക്സ് മത്സരങ്ങൾ നടന്നത് ഒളിമ്പിയ നഗരത്തിൽ വെച്ചിട്ടായിരുന്നു. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് പിയറി ഡി കുബർട്ടിനാണ്. 16 ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് 1896 ഏതൻസിലാണ്. 1896 പ്രഥമ ആധുനിക ഒളിമ്പിക്സിലെ ജേതാക്കൾ USA ആയിരുന്നു. ഒളിമ്പിക്സ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതും മത്സരവേദി തിരഞ്ഞെടുക്കുന്നതും രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയാണ്. രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ലോസൈനാണ്. ഈ കമ്മിറ്റി 7 വർഷം മുമ്പേ തന്നെ മത്സരവേദി തിരഞ്ഞെടുക്കുന്നതാണ്. ഈ ഒളിമ്പിക്സ് കമ്മിറ്റി രൂപീകരിച്ച വർഷം 1894 ജൂൺ 23 ഒളിമ്പിക്സിൻ്റെ ചിഹ്നം പരസ്പരം കോർത്ത 5 നിറങ്ങളിലുള്ള വളയങ്ങളാണ്. അതിൽ ഏഷ്യയെ സൂചിപ്പിക്കുന്നത് മഞ്ഞ നിറമാണ്, ആഫ്രിക്കയെ സൂചിപ്പിക്കാൻ കറുത്ത വളയാണ്, യൂറോപ്പിനെ സൂചിപ്പിക്കുന്നത് നീല വളയാണ്, അമേരിക്കയെ സൂചിപ്പിക്കുന്നത് ചുവപ്പ് വളയാണ്, ആസ്ട്രേലിയയെ സൂചിപ്പിക്കുന്നതിന് പച്ച വളയാണ്. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ എന്നീ 5 ഭൂഖണ്ഡങ്ങളെയാണ് ഈ 5 വളയങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ വനിതകൾ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സാണ് പാരീസ് ഒളിമ്പിക്സ് 1900. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹികവും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? ആൻസർ ഓപ്ഷൻ സി, 105-ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4-അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 1930. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ? ആൻസർ ഓപ്ഷൻ എ, പ്രേം ബിഹാരി നരൻ റൈസാദ. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരൻ റൈസാദ. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് BN റാവു ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരായിരുന്നു HC മുഖർജിയും
VT കൃഷ്ണമാചാര്യയും. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ചെയർമാൻ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനും ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഡിസംബർ 9, 1946 ഇദ്ദേഹത്തെ താൽക്കാലിക അധ്യക്ഷനായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അത് 1946 ഡിസംബർ 11 തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പേര്? ആൻസർ ഓപ്ഷൻ സി, ഇൻ്റർപ്രറ്റർ. അസംബ്ലറെ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. കമ്പൈലറും ഇൻ്റർപ്രറ്ററും ഹൈ ലെവൽ ലാംഗ്വേജിനെയാണ് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത്. കമ്പൈലറ് മൊത്തം പ്രോഗ്രാമിനെ ഒരേ സമയം മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. ഇൻ്റർപ്രറ്റർ ഒരു സമയം ഒരു വരി അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷനെ മാത്രമേ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നുള്ളൂ. ശരിക്കും ഇൻ്റർപ്രറ്റർ പറയാൻ ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേറ്റർ എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴേ ആദ്യം പ്രവർത്തനക്ഷമമാകുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തനക്ഷമമാകുന്ന പ്രക്രിയക്ക് പറയുന്ന പേര് ബൂട്ടിംഗ് എന്നാണ്. കമ്പ്യൂട്ടറിനെയും വ്യക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാധ്യമമായി പ്രവർത്തിക്കുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത കമ്പനി മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ ബിൽ ഗേറ്റ്സും പോൾ അലനുമാണ്. പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് വിൻഡോസ്, ലിനക്സ്, യൂണിക്സ്, ഡോസ് എന്നിവ. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി മാത്രമാണ് ശരിയല്ലാത്തത്. ശരിയായത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. കമ്മീഷനിലെ അംഗത്തിൻ്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? ആൻസർ ഓപ്ഷൻ സി, കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ആൻസർ ഓപ്ഷൻ സി, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരിക്കും. കൂടാതെ ഇതിൽ 3 അംഗങ്ങളാണുള്ളത്. പ്രധാനമന്ത്രി അധ്യക്ഷനായിരിക്കും. രണ്ടാമത്തെ ആൾ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിരിക്കും. മൂന്നാമത്തെ ആൾ ലോകസഭ പ്രതിപക്ഷ നേതാവായിരിക്കും. ലോകസഭയിൽ പ്രതിപക്ഷ നേതാവില്ലാത്ത പക്ഷം പ്രതിപക്ഷത്തുള്ള ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവിനെ സമിതിയിലെ അംഗമാക്കും. ഇങ്ങനെയാണ് ഈ സമിതിയിലെ അംഗങ്ങൾ. ദേശീയ വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2005 ജൂൺ 15 എന്നാൽ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 ഇന്ത്യയിലെ വിവരാവകാശ നിയമം പാസ്സാവുന്ന സമയത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഊർജം നൽകിയ വനിത അരുണ റോയ് ആണ്. ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘാതനാണ്. ഇത് രാജസ്ഥാനിലാണ് സ്ഥാപിതമായിട്ടുള്ളത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. 2005 വിവരാവകാശ നിയമത്തിൽ ആകെ 31 സെഷനുകളുണ്ട്, 6 അധ്യായങ്ങളുണ്ട്, 2 ഷെഡ്യൂളുകളുണ്ട്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ ഏതാണോ ആദ്യം
അതുവരെയാണ് അവരുടെ കാലാവധി. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ മറ്റ് കമ്മീഷണർമാരുടെ കാലാവധിയും 65 വയസ്സ് അല്ലെങ്കിൽ 3 വർഷം, ഏതാണോ ആദ്യം അതുവരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പിസ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പിസ്വാമികളാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. 4 ശരിയായ പ്രസ്താവനയാണ്.